ഹായ് ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീണ്ടും വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായ ഒരു ലൊക്കേഷനിൽ നിർമ്മിച്ച ഒരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി പൂക്കാട്ടുപടിക്ക് സമീപത്താണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമായി വരുന്ന മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീട് വരുന്നത് 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏതാണ്ട് ഒരു 8.5-9 കിലോമീറ്റർ മാത്രം ദൂരവും, എടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 14 കിലോമീറ്റർ ദൂരവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 1 കിലോമീറ്റർ ദൂരവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏതാണ്ട് ഒരു 14 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരി ടൗണിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിലേക്ക് 8 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം ദൂരം വരുന്ന മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. മെയിൻ ഡോറ് തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെന്ന് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഒരു 8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കോർണറായി വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്ത് ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്നും കിച്ചണിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. ഇവിടെ എല്ലാം ക്രോക്കറി ഷെൽഫുകൾ അവൈലബിൾ ആണ്. കിച്ചൺ ആണെങ്കിൽ ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയ ഒരു കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വുഡൻ ഫിനിഷിലാണ് കിച്ചൺ കബോർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഈ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയ ഒരു കിച്ചണാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെയും വാഷ് ബേസിനും സിങ്കും അതുപോലെ തന്നെ വിറക് വെച്ച് ഭക്ഷണം പാകം ചെയ്യാവുന്ന ഒരു അടപ്പ് മോഡലെല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്രില്ലുകളെല്ലാം ചെയ്ത് ഡ്രസ് വർക്കെല്ലാം ചെയ്ത് മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളിലൊക്കെ ഒന്ന് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മനോഹരമായ ബാത്റൂം, വാൾ ടൈൽസുകളെല്ലാം നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്യാരണ്ടിയോടുകൂടിയ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഒരു ബ്ലൂ ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഏരിയയിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറ്റുന്ന അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിനായി GS കോഡ് ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ലിവിംഗ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സീലിങ്ങുകളിൽ സ്പോട്ടിംഗ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി വലിയ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. കൂടെ ഒരു സ്റ്റഡി ടേബിളും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഗ്യാരണ്ടിയോട് കൂടിയ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫൈബർ മെറ്റീരിയൽസിൻ്റെ ഡോർ നൽകിയിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ടൈൽസുകളെല്ലാം വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്.
ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഒരു ബാൽക്കണി കൂടി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. 3.5 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില വരുന്നത് 47 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ വീഡിയോയ്ക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.